കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറെ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ചർച്ചയിൽ ഇവർ CPM-നെതിരെയും ഗവൺമെന്റിനെതിരെയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമാണ്. അവസ്ഥ പറഞ്ഞത് മാത്യു കുഴൽനാടൻ വിജിലൻസിന്റെ ഡയറക്ടർ ഒന്നും അല്ലല്ലോ. പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് വെറും ആരോപണങ്ങളാണെന്നും അത് ആർക്കും ഉന്നയിക്കാൻ പറ്റുന്ന ആരോപണമാണെന്നും അതിന് വസ്തുതയുമായി പുലബന്ധമില്ലെന്നും ഒരു ഫാക്സും ഇല്ലെന്ന് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ജനങ്ങളുടെ സാമാന്യ ബോധത്തിൽ അതുണ്ടല്ലോ. ആ സാമാന്യ ബോധത്തിൽ ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. നിരന്തരം വ്യാജമായ കള്ളമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും CPM നേതാക്കന്മാർക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഹൈക്കോടതിയുടെ ഗേറ്റിംഗെ വന്ന് ഒരു BJP-യുടെ നേതാവ് പൊതുമാപ്പ് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ മാപ്പ് രാവിലെ പിൻവലിച്ചു. പിന്നെ സത്യസന്ധമായിട്ടുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എത്ര മാപ്പുകൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങ് ആക്രമിക്കുക, വസ്തുതയുടെ പുലബന്ധം പോലും ഇല്ലെങ്കിലും ഒരു രേഖയില്ലെങ്കിലും CPM-നെ താറടിച്ച് കാണിക്കാൻ അങ്ങ് ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ പറഞ്ഞല്ലോ ഈ KREയും EML-ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ ഒന്ന് കളക്ടർ റെക്കമെൻഡ് ചെയ്ത സാഹചര്യം, 2 ഹൈക്കോടതി വീണ്ടും കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സാഹചര്യം, ഇതെല്ലാം ഇവിടെ പറഞ്ഞ നിങ്ങൾ മാസപ്പടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള ട്രാൻസാക്ഷന് ശേഷം നടന്ന കാര്യമാണ്. അതായത് 2023-ലും 2024-ലുമാണ് ഇത്തരത്തിലുള്ള അപേക്ഷ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത്. മുഖ്യമന്ത്രി ഉചിതമായി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ റെഫർ ചെയ്ത്? ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യമല്ലേ? ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ടെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയല്ലേ? ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്നെങ്കിലും നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ആ വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നും പറഞ്ഞ് വിശാല മനസ്സോടെ ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിച്ചപ്പോൾ ഇനി കാവിലെ പാട്ടുമരത്തിന് വീണ്ടും കാണാം, മത്സരത്തിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ പറയുക. എന്നിട്ട് മാത്യു കുഴൽനാടൻ ഇന്റർവ്യൂവിൽ ഒരു വാക്കോടെ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരാക്കിയ വിധിന്യായങ്ങളാണ് ഹൈക്കോടതി പ്രാധാന്യം കൊടുത്തത്, അതുകൊണ്ടാണ് പറ്റിയെന്ന്. ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്കല്ലേ പ്രാധാന്യം കൊടുക്കുക, പ്രീസിഡൻസ് അല്ലേ നോക്കുക. എല്ലാ വസ്തുതയും നോക്കി അമിക്കസ് ക്യൂറിയെ വച്ചുകൊണ്ട് എല്ലാ A to Z പരിശോധിച്ചതിന് ശേഷം ഒരു വിധി വന്നു. ഇപ്പോഴും നിങ്ങൾ ആവർത്തിക്കുന്നത് ഈ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കരാറിന്റെ ഭാഗമായി കിട്ടിയത് പൊതുസമൂഹത്തിൽ, അതൊക്കെ കമ്പനികാര്യ വകുപ്പും FSIയും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കുമ്പോഴും എല്ലാം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കമ്പനികളുടെ പ്രൈവറ്റ് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഈ നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? അതിന്റെ ഭാഗമായി ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഈ ഏതെങ്കിലും കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് വസ്തുത. ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ വന്ന് നുണ പറയല്ലേ. നിങ്ങൾ AI ക്യാമറ, ജലമെട്രോ, അതുപോലെ തന്നെ ഇവിടെ നിരവധി സാഹചര്യങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ചല്ലോ. ഇപ്പൊ വിജിലൻസ് കോടതി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചല്ലോ. ഒറ്റ കാര്യം ഒറ്റ രംഗത്ത് പോലും കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്നോ ജില്ലാ കോടതിയിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ ഏതെങ്കിലും ഒരു വിധി UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? ഇവിടെ CAG റിപ്പോർട്ടില്ലേ? CAG റിപ്പോർട്ട് വന്നാൽ, ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പല ഓഡിറ്റ് വരുമ്പോഴും ചില ഒബ്ജക്ഷൻ കാണിക്കും. ഇതെന്താണ് കാര്യം ചോദിക്കും. കാര്യകാരണ സഹിതം വിവരിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ തീരും. അല്ലാതെ നിങ്ങളുടെ രേഖകളെല്ലാം വെള്ളത്തിൽ വരച്ച രേഖയാണ്. നിങ്ങൾ കാണിക്കുന്നത് അന്ന് ശങ്കരാടി കാണിച്ച കയ്യിലെ രേഖയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, ഈ നുണപ്രചരണങ്ങളും ആരോപണങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വസ്തുതകൾ മനസ്സിലാക്കാൻ സമയം മാറ്റി വയ്ക്കും. പിന്നെ ഒറ്റ കാര്യം, ഈ BJP-യുടെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞതിന് അതൊക്കെ അരുൺകുമാർ പറഞ്ഞതാണെന്ന് പറഞ്ഞ താങ്കൾ മറുപടി പറഞ്ഞേ. അവിടെ ആ പാഴ് ബുക്ക് എന്താ ഈ പറ്റ എഴുതുന്ന കണക്കിലെ ബുക്കിലെ രേഖ കാണിച്ച് ഇത്രയും നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞത് വസ്തുതാപരമല്ലെന്നും സുപ്രീം കോടതിക്ക് വിധിക്ക് എതിരാണെന്നും ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് BJP പ്രതിനിധിക്ക് മറുപടി കൊടുക്കുമ്പോഴും താങ്കൾ എന്നെ കോട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞ വാക്കും വാചകവും എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. ശരി.